എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എല്ലാ കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരു കാശ് ചെലവുമില്ലാത്ത എന്നാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു NPK പച്ചിലവളമാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ശ്രദ്ധയോടെ നോക്കിയാൽ നമ്മുടെ ചുറ്റുമുള്ള പല കാട്ടുചെടികളും വളരെയേറെ ഔഷധ ഗുണങ്ങൾ ഉള്ളവയാണ്. അവയിലൊക്കെ തന്നെ ചെടികൾക്ക് വളരാൻ ആവശ്യമായ ധാരാളം മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ചെടികൾക്ക് വളരാൻ ആവശ്യമായ പ്രാഥമിക മൂലകങ്ങളാണ് NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഈ NPK മൂലകങ്ങളെക്കുറിച്ച് പല വീഡിയോസിലും വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതായത് NPK എന്നത് ചുരുക്കി പറയാം, ചെടികൾ നന്നായിട്ട് തഴച്ചു വളരാനും ചെടികളുടെ വേര് നല്ല കരുത്തോടെ വളരാനും ചെടികളിൽ നന്നായിട്ട് പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിനും കായ്കൾക്ക് നല്ല വലിപ്പം കിട്ടാനും അതുപോലെ പൂക്കൾക്ക് നല്ല നിറം കിട്ടാനും ഈ NPK വളങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന പച്ചിലകൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെയാണ് വളമായിട്ട് തയ്യാറാക്കുന്നതെന്നും നോക്കാം. നിങ്ങൾ ഈ പച്ചിലയെ ധാരാളമായിട്ട് പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. ഇതിൻ്റെ പേര് ധൃതരാഷ്ട്ര പച്ച എന്നാണ്. പല സ്ഥലങ്ങളിലും ഇതിന് പല പേരുകളായിരിക്കും. ഈ ചെടി തൊട്ടടുത്ത് നിൽക്കുന്ന വള്ളിച്ചെടികളിലും മരങ്ങളിലുമൊക്കെ വളരെ പെട്ടെന്ന് പടർന്നു കയറി ചുറ്റി വലിഞ്ഞു നിൽക്കുന്നത് കാണാം. ഈ ചെടി പൊട്ടാസ്യത്തിൻ്റെ കലവറയാണെന്ന് കാർഷിക സർവകലാശാലയിലെ ലാബിൽ സയൻറ്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ചാണകപ്പൊടിയിൽ ഉള്ളതിനേക്കാൾ പൊട്ടാസ്യം കൂടുതലുള്ള ഒരു കളയാണ് ഈ ധൃതരാഷ്ട്ര പച്ച. ചാണകത്തിൽ 0.5% പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത്, എന്നാൽ ധൃതരാഷ്ട്ര പച്ചയിൽ 8% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിലുള്ള വളം പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് 8% പൊട്ടാസ്യം ഈ ഇലയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരുപാട് കാലമായിട്ട് പൂക്കാതെയും കായ്ക്കാതെയും ഒക്കെ നിൽക്കുന്ന ചെടിക്ക് വളരെ നല്ല വളമാണിത്. കൂടാതെ നല്ലൊരു കീടനാശിനിയായും ഇത് ഉപയോഗിക്കാം. ഒരു കാരണവശാലും ഈ ധൃതരാഷ്ട്ര പച്ച നേരിട്ട് ചെടികളുടെ ചുവട്ടിലിടരുത്. ഇത് വളമാക്കിയിട്ട് മാത്രമേ ചേർക്കാവൂ. കാരണം ഇത് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ വേര് പൊട്ടിക്കിളർത്ത് നമ്മുടെ ചെടിയുടെ വളം മുഴുവൻ വലിച്ചെടുക്കും. ഈ കാണുന്നത് ശീമക്കൊന്നയുടെ ഇലയാണ്. ഈ ഇലയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശീമക്കൊന്നയുടെ പ്രത്യേകത അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചെടുത്ത് ചെടികൾക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ശേഖരിച്ച് വെക്കാൻ കഴിവുള്ള ഒരിനമാണ്. ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പകരമായിട്ട് ശീമക്കൊന്നയുടെ ഇല ചേർത്താൽ മതി. ചാണകത്തിനൊപ്പം തന്നെ നൈട്രജൻ കണ്ടൻ്റ് ഉള്ള ഒന്നാണ് ശീമക്കൊന്നയും. അടുത്തത് വട്ടയില. ഇതും എല്ലാവർക്കും പരിചയമുള്ള ഇലയാണ്. വളരെയധികം പോഷകങ്ങളുടെ കലവറയാണ് വട്ടയില. 0.18% ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഈ വട്ടയിലയിൽ 60% വെള്ളമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് ഈ ഇല ചെടികളുടെ ചുവട്ടിൽ പൊതയിടാനൊക്കെ വളരെ നല്ലതാണ്. ഈ ഇലയിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ മണ്ണിൽ ലയിച്ച് വളമായിട്ട് കിട്ടുന്നതിനും അതുപോലെ ഈ ഇല മണ്ണിൽ ചേർന്ന് കഴിയുമ്പോൾ ചെടികൾക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടാനും കാരണമാകുന്നു. അതുപോലെ ചെടികളുടെ ചുവട്ടിൽ വരുന്ന ഉറുമ്പുകളെയും കീടങ്ങളെയൊക്കെ തുരത്താനുള്ള കഴിവും ഈ ഇലയ്ക്കുണ്ട്. അടുത്തത് വാഴയിലയാണ്. വാഴയിലയിലും വാഴപ്പിണ്ടിയിലും പഴത്തൊലിയിലും വാഴക്കച്ചിയിലും ഒക്കെ ധാരാളം ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ സിങ്കിൻ്റെ അളവും അടങ്ങിയിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചിലകൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. കഞ്ഞിവെള്ളം തികഞ്ഞില്ലെങ്കിൽ നോർമൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എല്ലാ പച്ചിലകളും ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ശീമക്കൊന്ന ഇട്ട് കൊടുക്കാം. ശീമക്കൊന്ന നല്ല വളമായിട്ട് മാത്രമല്ല നല്ല ഒരു കീടനാശിനിയായും ചെടികളിൽ പ്രവർത്തിക്കുന്നു. എത്ര വളക്കൂറില്ലാത്ത മണ്ണാണെങ്കിലും ഇതിൻ്റെ ഇലകൾ ഇട്ട് കൊടുത്താൽ നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ശീമക്കൊന്നയുടെ ഇല വെറുതെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ പോലും നല്ല വളമാണ്. ചെടികളുടെ കുരടിപ്പൊക്കെ മാറാൻ വളരെ നല്ലതാണ്. അടുത്തത് ധൃതരാഷ്ട്ര പച്ചയാണ്. ഇതിൻ്റെ ജന്മദേശം സൗത്ത് അമേരിക്കയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൈക്കാനിയ മൈക്രാന്ത എന്നാണ്. ഈ ചെടി മറ്റു ചെടികളുടെ മേൽ ചുറ്റി വലിഞ്ഞ് അതിന് ഓക്സിജൻ കിട്ടാത്ത രീതിയിൽ ചെടികളെ നശിപ്പിച്ച് കളയുന്ന ഒരു ചെടിയാണ് ഈ ധൃതരാഷ്ട്ര പച്ച. മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രാലിംഗനത്തിൻ്റെ തനി ആവർത്തനമായതുകൊണ്ടാവാം ഈ ചെടിക്ക് ധൃതരാഷ്ട്ര പച്ച എന്ന പേര് വീണത്. അടുത്തത് വാഴയില ചേർത്ത് കൊടുക്കാം. ധൃതരാഷ്ട്ര പച്ച കിട്ടാത്തവർക്ക് വാഴയില കുറച്ച് കൂടുതൽ ചേർത്ത് വളം തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് വട്ടയില കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഇതിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിന് പകരം നോർമൽ വെള്ളത്തിലും ഇട്ട് വയ്ക്കാം.
നോർമൽ വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് പുളിച്ച് നല്ല വളമായിട്ട് കിട്ടാനായിട്ട് തൈര്, ഈസ്റ്റ്, വാളംപുളി, തേങ്ങാവെള്ളം, ശർക്കര വെള്ളം, ചാണകം ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് പുളിച്ച് നല്ല വളമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചതിന് ശേഷം നല്ല തണലത്ത് മാറ്റി വെക്കണം. അതിനുശേഷം 5 ദിവസത്തിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞു. നമുക്കിത് ആവശ്യത്തിനെടുത്ത് അരിച്ച് ഉപയോഗിക്കാം. ഈ ജൈവ സ്ലറി നമുക്ക് 2 ആഴ്ച വരെ വെച്ചിരുന്ന് നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് അരിച്ച് ഉപയോഗിക്കാം. ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ട രീതി പറയാം. ഇത് 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികളുടെ ഇലകളിലും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവൂ. കാരണം ഇത് പച്ചിലവളമാണെന്ന് വിചാരിച്ച് ഒരു കാരണവശാലും അതേപടി ഒഴിക്കരുത്. നമ്മുടെ ചെടി നശിച്ചു പോകും. ഇത് നല്ല രീതിയിൽ എഫക്റ്റുള്ള വളമാണ്. അതുകൊണ്ടാണ് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ എന്ന് പറയുന്നത്. അതുപോലെ 2 ആഴ്ച വെച്ചിരുന്നാണ് ഈ വളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അതിന് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അതായത് 1 കപ്പ് ജൈവ സ്ലറിയാണ് എടുക്കുന്നതെങ്കിൽ 4 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അരിച്ചെടുത്തതിന് ശേഷമുള്ള പച്ചിലയുടെ വേസ്റ്റ് നമുക്ക് കളയാം. ചുവട്ടിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പച്ചക്കറി ചെടികളിൽ കാണുന്ന മഞ്ഞളിപ്പിനും കുരുടിപ്പിനും ഒക്കെ ഈ വളം നല്ല എഫക്റ്റീവാണ്. കാരണം നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കുറവ് മൂലം ചെടികളിൽ മഞ്ഞളിപ്പ് വരാറുണ്ട്. നൈട്രജൻ കണ്ടന്റ് ധാരാളമുള്ള ശീമക്കൊന്നയും പൊട്ടാസ്യത്തിൻ്റെ കലവറയായ ധൃതരാഷ്ട്രപച്ചയും ഉള്ളതുകൊണ്ട് ആ കുറവ് നികത്താൻ ഈ വളം വളരെയേറെ പ്രയോജനം ചെയ്യും. നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിന് പുറത്തുനിന്ന് കാശ് കൊടുത്ത് ഒരു വളവും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റും അതുപോലെ നമ്മുടെ ചുറ്റിനും കാണുന്ന ഈ പച്ചിലകളും മാത്രം മതി കൃഷിക്ക് ആവശ്യമായ പവർഫുൾ വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു വളമാണ്. നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ചു നോക്കൂ. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.